ഇത് പ്രശ്നം വല്ലാതെ വന്നപ്പോ ഇവരെ നേതാവുണ്ട്. ഇവരെ നേതാവ് എന്ന് പറഞ്ഞാൽ ഇതിന് പരിഹാരം വേണ്ടേ? അപ്പൊ ഇവര് ലാസ്റ്റ് തീരുമാനിച്ച്, അതെ നമുക്കൊരു പണി ചെയ്യാം, സുന്നികൾ പറയണ മാതിരി നമുക്ക് കണ്ട് പറയാ. അതെങ്ങനെയാന്ന് വെച്ചാല് അത് കുറച്ച് കട്ടിയിലാണ് പറയാ. നമ്മളാരും പറഞ്ഞിട്ടില്ല കേട്ടോ. സുന്നികൾ നമ്മൾ പറയണത് എന്താ? നമ്മള് ഗൗസുല്ലാദം തങ്ങൾ പറഞ്ഞത്, അതല്ലെങ്കിൽ ഇമാം ഷാഫഈ തങ്ങൾ പറഞ്ഞതൊക്കെ നമ്മൾ പറയാ. ഇത് ഇവര് തീരുമാനാക്കിയിട്ട് ജമിയത്തുൽ ഉലമ കൂടിയിട്ട് ഇവര് തീരുമാനിച്ചിട്ട് ഇതിന്റെ നേതാവ് അവസാനം ഗതി കെട്ടിട്ട് പറഞ്ഞൊരു വാക്കുണ്ടാവും. ഒന്ന് കേട്ടോക്കെയാണ്. നാം ഒരു പ്രതിസന്ധിയിലാണ്. നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. ആ നേതൃത്വം എടുത്ത തീരുമാനം അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവരിൽ ചുമത്താൻ നാം തയ്യാറാവുക. പരലോകത്തെ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബേ ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിന് കേട്ട. മനസ്സിലായില്ല? അതായത് ഞങ്ങൾ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ നിങ്ങൾ നോക്കണ്ട, അത് ചെയ്താൽ മതി. ചോദിക്കണ വാർത്ത അപ്പൊ തെറ്റാണെങ്കിലോ ചോദിക്കുമല്ലോ, അത് ഞങ്ങൾ നോക്കിക്കൊണ്ട് ആഖിറത്തിൽ ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിനെ പിന്തുടർന്നത്. ഞങ്ങൾക്ക് അറിവുകൂടായിരുന്നു, ഈ പണ്ഡിതന്മാരാണ് ഞങ്ങളെ വഴിവേൽപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക. അത് ഏറ്റെടുക്കാൻ കേരള ജമിയത്തുൽ ഉലമ തയ്യാറാണ്. ആഖിറത്തിലെ ഏറ്റെടുക്കാൻ കേരള ജമിയത്തുൽ ഉലമ തയ്യാറാണെന്ന് മുജാഹിദ് പണ്ഡിത സഭ ആഖിറത്തിലെ ഏറ്റെടുത്തോളൂ. നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനെ ചോദിച്ചടക്കറാക്കല്ലേ എന്നാണ് ഞാൻ പറയണത്. ഇതാണ് ഇപ്പൊ നിലവിലുള്ള കേരളത്തിലെ ഈ സംഘത്തിന്റെ തലവൻ. മൂപ്പര് പറഞ്ഞ വർത്താനം നോക്കിയാണ് ഷാഫിഈ ഇമാം പറയുന്നത്. അവിടെ നമ്മൾ തഖ്ലീദ് ചെയ്യുന്നു, പുടുത്തല്ല, തെളിവില്ല, ബോധല്ല, അന്തല്ല എന്നിട്ട് സ്വീകരിക്കുന്നു. അബൂലു ഖൗലിൽ ഗൈരി മിൻ ഗൈരി മഅരിഫത്തി ദലീലി. വേറെ ഒരാളുടെ വർത്താനം നമ്മൾ തെളിവ് കിട്ടാതെ സ്വീകരിക്കാന്നുള്ള അന്ധമായ അനുകരണത്തെ പരിഹസിച്ചുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് മുസ്ലിമീങ്ങൾ അകറ്റിക്കൊണ്ടുപോയി. അവസാനം അവർ പറഞ്ഞത് എന്താണ്? ഇമാമീങ്ങളെ തള്ളുക, അവര് പറഞ്ഞത് കൊള്ളരുത്, അവര് പറഞ്ഞത് സ്വീകരിക്കരുത്, പറിച്ച് ഞങ്ങൾ പറഞ്ഞത് അങ്ങോട്ട് സ്വീകരിക്കണം. അപ്പൊ ഞങ്ങൾക്ക് തെളിവറിയില്ലല്ലോ, തെളിവ് വിഷയമല്ല. അപ്പൊ നിങ്ങൾ തെറ്റ് പറഞ്ഞാലോ അതും വിഷയമല്ല, ഞങ്ങൾ പറഞ്ഞങ്ങോട്ട് സ്വീകരിച്ചാൽ മതി. കാരണം സംഘടന മുന്നോട്ട് പോകണം, ഞങ്ങൾക്ക് നേതാവാകണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊരു അപകടമാണ്, ഇതെന്തൊരു വർത്താനാണ്. ഈ അപകടമാണ്. ഞങ്ങൾ ഈ പാരമ്പര്യം പറഞ്ഞത് ഇതിനു വേണ്ടിയാണ്. ഞങ്ങൾ പറഞ്ഞ വാക്കാണത്. ഇമാം ഷാഫിഈ തങ്ങൾ പറയുമ്പോ തെളിവുകൾ അറിയാത്ത നമ്മളത് വിശ്വസിക്കുന്നത് ഷാഫിഈ ഇമാമിനെ ലോകം അംഗീകരിച്ചത് കൊണ്ടാണ്. ഷാഫിഈ ഇമാമിനെ കുറിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമേ പറഞ്ഞു വെച്ച ഖുറൈശി പണ്ഡിതനാണ് ഇമാം ഷാഫിഈ തങ്ങൾ. ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കിയ ഇമാമാണ്. ലോകം അംഗീകരിച്ച പണ്ഡിതൻ പറയുമ്പോ നമ്മളതങ്ങ് അംഗീകരിക്കണം. അതാണ് തഖ്ലീദ്. ഇതിനെ പരിഹസിച്ചിട്ടിപ്പോ ഞങ്ങൾ പറഞ്ഞത് സ്വീകരിച്ചോളി, തെറ്റും ഞങ്ങൾ ഏറ്റോളാ എന്ന് വൃത്തികെട്ട് ആശയം വിളിച്ചു പറയാൻ ഇവർ ഈ അധപ്പതനത്തിലേക്ക് പോയത് ഇമാമിങ്ങളെ വിട്ടത് കൊണ്ടാണ്, അല്ലാഹുവിനെ അറിഞ്ഞവരിൽ നിന്ന് മാറിയത് കൊണ്ടാണ്. എന്താ പറഞ്ഞു നിങ്ങള് മുമ്പ് പറഞ്ഞില്ലേ മലയാളത്തില്? ആ ഒന്നും കൂടി നിങ്ങൾ കേൾക്കുക, എന്നിട്ടും ശരിക്കും ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിനെ പിന്തുടർന്നത്. ഞങ്ങൾക്ക് അറിവുകൂടായിരുന്നു, ഈ പണ്ഡിതന്മാരാണ് ഞങ്ങളെ വഴിവേൽപ്പിച്ചത് എന്ന് നിങ്ങൾ തെറ്റ് അവരിൽ ചുമത്താൻ നാം തയ്യാറാവുക. പരലോകത്തെ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബേ ഇവർ എടുക്കണം. നാം ഒരു പ്രതിസന്ധിയിലാണ്. നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. ആ നേതൃത്വം എടുത്ത തീരുമാനം അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവരിൽ ചുമത്താൻ നാം തയ്യാറാവുക. പരലോകത്തെ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബേ ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിനെ പിന്തുടർന്നത്. ഞങ്ങൾക്ക് അറിവുകൂടായിരുന്നു, ഈ പണ്ഡിതന്മാരാണ് ഞങ്ങളെ വഴിവേൽപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക. അത് ഏറ്റെടുക്കാൻ കേരള ജമിയത്തുൽ ഉലമ. ഞാൻ ഒരു പാട്ട് പാടട്ടെ. എന്നെ പിടിച്ചവർ ആരും പേടിക്കേണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ അത് രസമാണ്. അത് ഇതെല്ലാം ശ്രദ്ധിക്കണം. വെറുതെ മാസം കഴിഞ്ഞു, ഇന്ന് ഡോക്ടറത്തേക്ക് പോകണം. ആ ഡോക്ടറത്തേക്ക് പോയി ഡോക്ടറോട് പറഞ്ഞു, അന്ന് ഈ സൂക്കേട് വന്നപ്പോ നിങ്ങളടുത്ത് വന്നതാണ്, നിങ്ങൾ മരുന്ന് കൊടുത്തു, അന്ന് പെട്ടെന്ന് സുഖമായി, അതുകൊണ്ടാണ് നിങ്ങളടുത്തേക്ക് വന്നത്. വല്ലാഹി ഇപ്പോൾ പോയത് ശിർക്കാണ്. വല്ലാഹി ഇപ്പോൾ പോയത് മൂപ്പരല്ലോ ഒന്ന് ആള് മാറിയാ ഒരു പറഞ്ഞിട്ട്
അതന്നെ ഇപ്പൊ റാത്തായല്ലോ, കഴിഞ്ഞല്ലോ പരിപാടി. മൂപ്പര് പറഞ്ഞ എന്താ നമ്മൾ കേൾക്കാം, എന്താണ് മൂപ്പര് പറയണത്? പക്ഷെ അതിന്റെ ഉള്ളിൽ വേറൊരു കാര്യം പറയണേ. അത് നമ്മൾ പറയാതെ പോയാൽ മോശമല്ലേ. ഒറിജിനൽ വഹാബിയാണ് എന്ന് പറഞ്ഞാൽ മറ്റോലമാതിരിയല്ല, ഇയാള് ക്ലിയറാ. അതുകൊണ്ടാണ് മൂപ്പര് സത്യം തുറന്ന് പച്ചക്ക് കാര്യം പറയും. നമ്മൾ പറയില്ലേ, അത് കള്ളം തന്നെ പറയാം, ഞാൻ കട്ടുക്കണ്, അതൊരു സംഭവമാണല്ലോ. റിസ്ക് എടുത്ത് കക്കുക എന്നിട്ട് നേരം വെളുക്കുമ്പോൾ വിളിച്ചു പറയാം, അതൊരു ആ ശുദ്ധി നമ്മൾ അംഗീകരിക്കണ്ടേ എന്ന് പറഞ്ഞാൽ, ഈ സംഘത്തിൽ ഇത്രമേൽ സത്യം തുറന്നിട്ട് ഇയാൾ പറഞ്ഞാണ്ട, ഡോക്ടർ അടുത്തേക്ക് നിങ്ങൾ ഒരട്ടം പോയി, എന്നിട്ട് രോഗം മാറി, പിന്നെ അസുഖം വന്നപ്പോ പിന്നെയും പോയി, ശിർക്കായി. അവിടെയാണ് ശിർക്ക് എണ്ണകള്. അത് പറഞ്ഞാൽ മാഷാ അല്ലാഹ്, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യം ചെയ്യാം. ഇയാൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാ, അടുത്താണോ? ഇയാൾ ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണാൻ പറ്റും ഇയാളെ. ഞാൻ ഇടയിൽ ചോദിച്ചിട്ടാണെങ്കിൽ കിട്ടുമെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുണ്ട്. പണ്ടൊക്കെ ഞാനിത് എങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറേയൊക്കെ കുറവാണ്. പക്ഷേ ഉണ്ടെങ്കിലും ഒന്ന് വിളിച്ചാൽ എനിക്ക് കാണാൻ തോന്നി, ഇയാൾ വർത്താനം കേട്ടോ തോന്നി, അതൊന്ന് കാണണം. ഇയാൾ പറഞ്ഞു നോക്കിയാണ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പൊതുവെ നമ്മൾ ഈ ശിർക്ക് തൗഹീദ് പറയുമ്പോഴേ മൊയ്തി ഷേഖെ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ ഇങ്ങനെ ഉണ്ടായിട്ടേ അവർക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. മരിച്ചുപോയ മരണപ്പെട്ടുപോയ ഇതൊക്കെ ശിർക്കിന് ഇവർക്ക് ആവശ്യമാണ്, മരണപ്പെടണം. മൊയ്തി ഷേഖയെ കാക്കണേ തന്നെ വേണം. തലട്ട് തല്ലിയാലും ശിർക്ക് വരില്ല, ഇതുണ്ട് വരണം. ബദരീങ്ങളെ കാക്കണേന്ന് തന്നെ വരണം എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളോട് തന്നെ വേണം. കാരണം ജീവിച്ച ചിർക്ക് പോവും. കാരണം ജീവിതം മരണമായിട്ട് ചിർക്കിനെ ബന്ധിപ്പിച്ച് ഇങ്ങനെ വിളി പ്രാർത്ഥന ഇങ്ങനെ പല ഉഡായിപ്പുമായിട്ട് ജീവിച്ചു പോകണം. ഈ കേരളത്തിൽ പ്രാർത്ഥന എന്ന പദമായിട്ട് പള്ള നിറക്കുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ ഇത് വരുള്ളൂ. പ്രാർത്ഥന എന്ന പദപ്രയോഗത്തിൽ പള്ള നിറക്കുന്ന ടീം. കറക്റ്റ് അഡ്രസ്സാണ് ഞാനീ പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാം പ്രാർത്ഥനയെ സംസാരിക്കാൻ ആൺകുട്ടികൾ ആരെങ്കിലും, ഞാൻ ഈ ആൺകുട്ടി എന്ന് പറയുമ്പോൾ ആർക്കും തോന്നണ്ട, ഇനി പെൺകുട്ടികളാണെങ്കിൽ അതങ്ങനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവർ ഇനിയിപ്പോൾ ധൈര്യമില്ലാതെ അങ്ങനെ വെല്ലുവിളിച്ച് പ്രശ്നം നിങ്ങൾ വളരെ ഇവിടെ നിന്നിട്ട് സുഖസുന്ദരമായിട്ട് സിമ്പിളായിട്ട് സംസാരിക്കുക. നിങ്ങളെല്ലാവരും ഇതേ ശാന്തമായ സദസ്സിലിരുന്ന് നിങ്ങൾക്ക് കേൾക്കാം. എൻ്റെ ക്ലിപ്പുകൾ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. എവിടെയെങ്കിലും കേട്ടവരുണ്ട് നിങ്ങൾക്കറിയാം. എത്ര വേണമെങ്കിൽ സംസാരിക്കാം. ഉറപ്പ് തരുന്നു, ഞാൻ ഉറപ്പ് തരുന്നു, ഇവർക്ക് തിരിഞ്ഞിട്ടില്ല തൗഹീദ് എന്താണെന്ന്. റബ്ബിനെ കുറിച്ച് പറയാൻ അവർക്ക് അവകാശമില്ല. അത് ഉറപ്പിച്ച് പറയണം. ഞാൻ ഇവിടെ വന്നിരുന്നോട്ടെ, ആരെ വേണമെങ്കിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഞാൻ അവിടെ വന്നിരിക്കാൻ തയ്യാറാണ്. ഇത് രണ്ടും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. സ്റ്റേജ് കെട്ടി ആൾക്കാരൊക്കെ പടച്ചിട്ട് ഞാൻ എങ്ങനെ വരാം, അങ്ങോട്ട് ഞാൻ വരാം. പക്ഷെ നിങ്ങൾ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ വരും. തിരുത്താൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങളുടെ വെല്ലുവിളിയും പ്രശ്നമൊന്നുമല്ല. എന്നിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്? നമ്മൾ തമ്മിൽ വല്ല ബന്ധമില്ല, ഒരു ബന്ധമില്ല. പക്ഷെ ഇതൊരു സത്യമാണ്, ഇതൊരു സത്യമാണ്. ഇത് നമുക്ക് തിരുത്താം, നമുക്ക് ഒരുമിക്കാം, ഒരു പ്രശ്നം കൂടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ മൊയ്തി ഷേഖെ കാക്കണേ, ബദരീങ്ങൾ കാക്കണേ എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും ഉമ്മാനോട് സഹായം ചോദിക്കല്, ഹോസ്പിറ്റലിൽ പോകലെന്ന് നമ്മൾ പറയും. അപ്പൊ ഇവര് പറയും, നിങ്ങൾ ഈ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് ഉമ്മാനോട് സഹായം ചോദിക്കണതൊക്കെ ഈ അഭൗതികമായ മൊയ്തി ഷേഖിന്റെ വിഷയത്തിൽ കൂട്ടിക്കലർത്തുന്നത് എന്തിനാ മൗലിയാരെ എന്ന് സാധാരണ അവർ ചോദിക്കാറുണ്ട്. അത് ഇയാള് ചോദിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇയാള് ശുദ്ധനാണ്. ഇയാൾ ആ കാര്യം തുറന്നാണ് പറഞ്ഞു. ഡോക്ടറെ അടുത്തേക്ക് പോയത് എന്നെ മതി ശിർക്കാവാണ് നമ്മൾ വർത്താനം. ഡോക്ടർക്ക് എന്തെങ്കിലും, അതായത് ഡോക്ടർ ഒരു മരുന്ന് തന്ന്, പിന്നെ ആ മരുന്ന് തന്നെയാണ് എന്റെ രോഗം മാറ്റിയെന്ന് ഇയാൾക്ക് തോന്നിയാൽ, അതായത് ആ മരുന്ന് രോഗം മാറ്റിയെന്ന് തോന്നിയാൽ തന്നെ ആ മരുന്ന് ഇതിന് കാരണമായി എന്ന് തോന്നിയതല്ലേ ഉള്ളൂ. എന്താ പറയുക, ഒരു ഒച്ച പറയണം. ഒരു പൊട്ടത്തരം ഉറക്കനെ പറയാ, കറ സൗണ്ട് ഉണ്ടാക്കി പറയാ. അപ്പൊ ആൾക്കാർക്ക് തോന്നുന്നത് എന്തെങ്കിലും ഒന്നും ഇല്ലാതെ ഇത്ര വലിയ മനുഷ്യൻ ഇത്ര ഉറക്കനെ പറയുമെന്ന് തോന്നൂലേ? അത് പറഞ്ഞിട്ട് കാര്യമുണ്ടാ? മുമ്പിൽ പറഞ്ഞു നോക്കിയാണ്. അതായത് ഒരു മരുന്ന് രണ്ടാമത്തെ വട്ടം കഴിച്ചു കഴിഞ്ഞാൽ മരുന്ന് ആണെന്നെ, അത് ഒന്നാമത്തെ വട്ടം രണ്ടാമത്തെ വട്ടം ഒന്നുമില്ല. പൊന്നാരമാണിക്കല്ലേ ഇവിടെ ഡോക്ടർമാരെ സ്വീകരിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ. ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു സമാധാന വർത്താനൊക്കെ പറഞ്ഞ് മൂപ്പര് മരുന്നോട്ട് കാര്യങ്ങൾ മാറി കിട്ടി കഴിഞ്ഞാൽ ആ ഡോക്ടറെ സമീപിച്ച് ജീവിച്ചു പോകണ എത്രയോ ആൾക്കാരുണ്ട്. അവരൊക്കെ കാഫിറാണ് മുശ്രിക്കാന്ന് പറഞ്ഞു. എന്ത് ചെയ്യും നമ്മൾ? കാലങ്ങളായിട്ടൊരു ഡോക്ടറായിട്ട് മാത്രം സംസാരിക്കണം എത്ര ആൾക്കാരാണ്. ഇതിന്റെ അർത്ഥം എന്താ? ഈ പറയുന്ന സബബാണെങ്കിൽ ഒരു നല്ല ഉപകാരമുള്ള ഫലമുള്ള സബബ് അങ്ങനെ വെച്ചോ. ആ ഡോക്ടറെ മരുന്നില്ലേ, അത് ശിഫയാകാൻ പറ്റിയ നല്ല ഒരു സബബായിട്ട് അള്ള വെച്ചെന്ന് വെച്ചാ പോരെ? അത് അള്ളാവണോ?
അപ്പോത്തിനവിടെ പടച്ചവൻ അവിടെ എന്തിനാണ്? എന്തോ ഒരു കഷ്ടകാലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത് ഇതേപോലെ വേറൊരാളുണ്ടല്ലോ ഇതേ സംഭവം പറഞ്ഞ എന്താ സാധനമുണ്ട്. അതാ ഒന്ന് വെച്ച് നോക്കിക്കോളൂ. മാത്രവുമല്ല, പുതിയൊരു ചോദ്യം ഈ സദസ്സിനോട് എനിക്ക് അടിവരയിട്ട് ചോദിക്കാനുണ്ട്. നമ്മൾ ശിർക്കിനെതിരല്ലേ? അള്ളാഹു അല്ലാത്ത ഒരുത്തന് കീഴ്പ്പെടുകയോ അവൻ പറയുന്നത് അവനും കൂടിയെങ്കിലേ അള്ളാന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്ന ശിർക്കല്ലേ? എങ്കിൽ എന്റെ വിചാരം, എന്റെ കുഞ്ഞിനെ പൂർണ്ണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി. പോരാ, അള്ളാന്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് ശിർക്കാണ്, കൊടിയ ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ ഭാര്യയോ എന്റെ മക്കളോ എനിക്ക് സ്വാതന്ത്ര്യമുള്ളയിടത്തുള്ള പെൺകുട്ടികളോ ഗർഭം ധരിച്ചാൽ ഒരു ഡോക്ടറെയും കാണാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ അവരോട് പറയും അത് ശിർക്കാണ്. ഒരു വാക്സിനേഷനും കൊടുക്കാൻ പാടില്ല. അത് കൊടുക്കുന്നതോടുകൂടി അള്ളാഹ്ക്ക് വിവരമില്ലാതെ ഇല്ലാത്തത് കൊണ്ട് വേറൊരുത്തന്റെ സാധനം കൊടുക്കുകയാണല്ലോ, അപ്പോഴും അത് ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് ഇന്ന് രാത്രി പോയി കിടക്കുന്നതിന്റെ മുമ്പ് ആലോചിച്ചാൽ മതി. ഈ ഒരു വിഷം ഉറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ പോയി പോകും. അതാണ് കിടക്കണേ മുമ്പ് തന്നെ ആലോചിക്കാൻ പറഞ്ഞത്. ഈ ചൂട് തന്നെ ആലോചിക്കണം. ഈ വക വങ്കത്തരം കേട്ടിട്ടുള്ള ഒരു പ്രത്യേക ഒരു ഹര പോലും. എന്താ പറഞ്ഞേ? ഇതൊക്കെ പറയാൻ എന്താണ് ഈ അവസ്ഥ? ഞാൻ പറഞ്ഞു വന്നത് ഇവരുടെ ഉള്ള് അതവർ പറയാണ്, അവർക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു വന്നത് തൗഹീദ് എന്താന്ന് അവർക്ക് അറിയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? അപ്പോൾ മനസ്സിലായില്ല, അറിയില്ല. ഇവർക്ക് പേടി ശിർക്കാവോ? അതൊരു തരം ഭ്രാന്താണ്, സംശയരോഗല്ലേ? ആ കാര്യത്തിൽ പറയണേ ഞാൻ. സംശയരോഗങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് മൂപ്പർ എവിടുക്ക പോയത്, മൂപ്പർ എപ്പോഴേ വന്നത്, നിങ്ങൾ എവിടുക്ക പോയത്? ഞാൻ കല്യാണത്തിന് പോയി. നിങ്ങൾ ഇന്നലെ 5 മണിക്ക് നിന്ന് 5:30 വന്ന് അരമണിക്കൂർ ഓടെ ഇരുന്ന്. പൊന്നാ മോളെ, ഞാനവിടെ നിന്ന് പോയപ്പോൾ അവിടെ കൂട്ടുകാരനെ കണ്ട്. ഇന്നലെ കൂട്ടുകാരനല്ല, ഇന്നൊരു കൂട്ടുകാരൻ. അപ്പം ഇന്നലെ കൂട്ടുകാരനോട് പോയി. ഇന്നലെ കൂട്ടുകാരൻ വന്നിട്ടില്ല. എന്തുകൊണ്ട് വന്നില്ല? അപ്പൊ ഇതെന്താ സംഭവം വെച്ചാൽ ഇത് രോഗമായിട്ട് തോന്നി. അപ്പൊ ഇപ്പൊ എന്താന്നറിയാം, ഹോസ്പിറ്റലിൽ പോയാൽ അള്ളാഹു ആണോ ഈ ഡോക്ടറാണോ? അസുഖാണത്, അസുഖം. ഇതാണ് അസുഖം. ഇതാണ് ഭൗതികം അഭൗതികം എന്ന ഒരു ആവശ്യമില്ലാത്ത സാധനം ഉണ്ടാക്കിയിട്ട് ഇവർ കുഞ്ഞിരായും കൊടുത്ത് കുടുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഏത് ഇതിൽപ്പെട്ട ആര് ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിലും പൊന്നുമക്കളെ ഇവർ പലതും പറയും കേട്ടോ. ഇവര് പല വീഡിയോസ് നിങ്ങൾ കാണിച്ചു തന്നിട്ട് ഇതാ കബറുങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെ, അവരൊക്കെ പിടിച്ചിരുത്തിയിട്ട് നിങ്ങൾ സംസാരിക്കാൻ തയ്യാറാവണം. ഇതൊക്കെ പറയണ ഇവർ ചിലപ്പോൾ സുജൂദ് ചെയ്യാനായിട്ട് കബറുങ്ങൾക്ക് മുജാഹിദ് പോകണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം. ഈ വഹാബികൾ സുജൂദ് ചെയ്യാനായിട്ട് പ്രാക്ടീസ് കൊടുത്തിട്ട് കബറുങ്ങൾക്ക് ആളെ വിട്ടിട്ട് ഇവരെ പൈസ കൊടുത്തിട്ട് ഏൽപ്പിച്ചിട്ട് പോയിട്ട് ചെയ്യട്ടാ, കറക്റ്റ് ചെയ്യണട്ടാ, ആ കബറിന്റെ ഭാഗത്ത് തന്നെ ഇരിക്കണട്ടാ, ഞങ്ങൾ ബാക്കിന്ന് എടുക്കും. അപ്പൊ മറ്റാൾ മുഖം കാണരുത്, മുഖം കാണൂല. ഞങ്ങൾ പല സുജൂദികളും കണ്ടിട്ടുണ്ട്, മുഖം കാണൂല. എന്നിട്ട് ഇവരിട്ടിട്ട് ഇതാണിവർ. ആൾക്കാർക്ക് കബറിങ്ങ പോയി. നിങ്ങൾ ആരെങ്കിലും കബറിങ്ങ സുജൂദ് ചെയ്യാൻ ഉണ്ടോ? നമ്മൾ ആരെങ്കിലും അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? നമ്മളോടാണല്ലോ നമ്മളെ കുറിച്ചല്ല ഈ ക്ലിപ്പ് ഇടണേ. എന്നിട്ട് ഈ നമ്മളിൽപ്പെട്ട ആൾക്കാരല്ലേ ആ ക്ലിപ്പിൽ വിശ്വസിച്ച് പോണേ. ഈ ചങ്ങായി ചെയ്തിട്ടില്ല, ഈ ചങ്ങായിനോട് ആരും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഈ പറയണത് ഈ ചെയ്യണത് ആരാ? ചോദിക്കാൻ വന്ന ഒന്നുമില്ല. ഞാൻ ചോദിക്കാനാണെങ്കിൽ പിന്നെ അവസരം കൊടുത്തില്ലെങ്കിൽ പ്രശ്നമല്ലേ? അപ്പൊ പെട്ടെന്ന് ഇരിക്കാൻ പറഞ്ഞേ, പെട്ടെന്ന് പോയി. ഞാൻ വന്നിരുന്നു, ഉസ്താദ് മൈക്ക് തന്നില്ല എന്ന് നാളെ ചിലപ്പോ യൂട്യൂബിൽ എഴുതും, കമന്റിൽ വരും. അതിനാണ് ആരുണ്ടെങ്കിലും ഒന്ന് വന്ന് കിട്ടിയാ പിന്നെ ഞാൻ കൊടുക്കാൻ. ഞാൻ പറഞ്ഞ വിഷയം എന്തേലും വിഷയം പോയി. എന്താ വിഷയം? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം എന്തേലും. അതെ വിഷയത്തിന്റെ പോയിന്റിൽ നിന്ന് ഏതായാലും ഹോസ്പിറ്റലിലേക്ക് പോയി, 2ാം വട്ടം അങ്ങോട്ട് പോയി. ഇപ്പൊ ഈ പറഞ്ഞാണ്ട് കൊറോണ സമയത്ത് വാക്സിൻ എടുത്തിട്ടില്ല എന്നാണ് പറയണ. ഇപ്പൊ ആള് അത് എടുക്കണോ വേണ്ടേ, എടുത്താൽ എന്താവും എന്നുള്ളത് വേറെ ചർച്ച കേട്ടോ. അതായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ല. പക്ഷെ ഞാൻ പറയണത്, ഔലിയാക്കന്മാരെ വിളിച്ചത് ഷിർക്കാണെന്ന് പറഞ്ഞ നാവ് കൊണ്ട് വാക്സിന് ഷിർക്കാന്ന് അള്ള പറയിപ്പിച്ചില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അത് ഈ ഭൗതികന്മാർക്കിടയിലും ഇത്ര വലിയ സംഭവമാക്കി ചിത്രീകരിച്ച് നടക്കുന്നവർ ഇപ്പൊ പറഞ്ഞല്ലോ, ഡോക്ടറെ സമീപിക്കുന്നത് ഷിർക്കാണെന്ന് അവർ പറഞ്ഞില്ലേ? ഇതിന്റെ കാരണം എന്താണെന്നറിയോ? ഇവർക്ക് ശരിക്ക് പറഞ്ഞാൽ എന്താണ് ഷിർക്ക് എന്ന് പിടുത്തം കിട്ടിയിട്ടില്ല.
അപ്പൊ ഞാൻ അസുഖമാണെന്ന് പറഞ്ഞ അവിടെ നമ്മൾ വിഷയം. ഇതൊരു തരം ഭ്രാന്താണ്, ഒരു അസുഖമാണ്, ഒരു സംശയ രോഗമാണ്. ഇനി ഞാൻ ഇവരെ മൊത്തം ആളുകളെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പ്രശ്നം അറിയാലോ, ജിന്ന്, ശൈത്വാന്, സിഹിർ പ്രശ്നല്ലേ? എങ്ങനെ ഉടലെടുത്തതാണ്? ഈ വഹാബി കൂടാരത്തിൽ പെട്ടുപോയ ആരൊക്കെയുണ്ടോ അതിലെ എത്ര വലുപ്പമുള്ള നീളമുള്ള മൗലവി ഉണ്ടെങ്കിലും അവരോട് ഒരുമിച്ച് ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ കാതലായ പ്രശ്നം എന്താണെന്നറിയോ? അന്ന് നിങ്ങൾ പറഞ്ഞു തുടങ്ങിയ ഒരു തെറ്റുണ്ട്, അന്ന് നിങ്ങൾ ഉണ്ടാക്കി കൂട്ടിയ ഒരു തെറ്റുണ്ട്. ലോക മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു തെറ്റ്, ഇതുവരെ ലോകത്തൊരാളും പറയാത്ത ഒരു പുതിയ ആശയം, തൗഹീദിന്റെ പേരിൽ, ശിർക്കിന്റെ പേരിൽ നിങ്ങൾ കെട്ടിയുണ്ടാക്കിയ ഒരു ഭൗതികം എന്ന് പറയുന്ന ഒരു നൂലാമാലയാണ് നിങ്ങൾ ഈ കോലത്തിൽ എട്ടിൽ പൊട്ടിക്കിടക്കുന്നത്. അത് തിരുത്താൻ നാളെ തയ്യാറാണെങ്കിൽ, അത് തിരുത്താൻ ഇന്ന് തയ്യാറാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നം അവിടെ അവസാനിക്കുകയാണ്. ഇപ്പോ ജിന്നിന്റെ പ്രശ്നം എന്താണ്? ജിന്ന് ഭൗതികാണോ അഭൗതികാണോ? ഇപ്പൊ പ്രശ്നം അതാ. മലക്ക് ഭൗതികാണോ അഭൗതികാണോ? ഭയങ്കര വിറ്റാണ്. ഇതൊക്കെ പാടെ വിളിച്ചിരുത്തിയിരുന്ന് സംസാരിക്കാൻ എന്ത് രസമായിരിക്കും. ഞാൻ ഇന്ന് വരുമ്പോ കേട്ട വിഷയത്തിലുള്ള മൊത്തം ചർച്ച എന്താന്ന് വെച്ചാൽ, ഭൗതികാണെന്ന് ഒരു ടീമും ഭൗതികല്ലാന്ന് വേറെ ടീമും. അഭൗതികാണ് എന്ന് പറഞ്ഞാൽ ശിർക്കായി. അപ്പൊ ഭൗതിക സാഹചര്യത്തിന്റെ അപ്പുറത്ത് പോയ ശിർക്കായി എന്നാ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇപ്പൊ ഒരാളെ നമ്മളിപ്പോ പോണ സമയത്ത് ഒരാൾ വിളിക്കുകയാണെങ്കിൽ ആള് നമ്മൾ വിളിച്ചാൽ കേൾക്കൂലേ? കേൾക്കണ പരിധിയിലാണെങ്കിൽ തൗഹീദും, കേൾക്കണ പരിധിക്ക് അപ്പുറത്താണ് ചിർക്കുക എന്ന് പറഞ്ഞ. അപ്പൊ എത്ര ശ്രദ്ധിച്ച് വിളിക്കണം അയാളെ? അതാണ് അസുഖം. അവിടെ നിന്ന് ഉണ്ടായതാണ് ഈ അസുഖം. അസുഖാവൂലേ? കാരണം ആൾക്കും തൗഹീദായിരിക്കും. ആ തെങ്ങിന്റെ ഭാഗത്തൊക്കെ ആകുമ്പോൾ തൗഹീദാവും. പിന്നെ റോഡിന്റെ അവിടെ എത്തിയിട്ടുണ്ടാവും. ഇതൊന്നും ചേർക്കാൻ പ്രശ്നമില്ലേ? പിന്നെ കേൾക്കണില്ലല്ലോ റബ്ബേ, കേൾക്കണില്ലല്ലോ. കേൾക്കുന്ന പരിധിക്ക് അപ്പുറത്താണെങ്കിൽ അഭൗതികം, ശിർക്ക്, തൗബയല്ലേ? നോക്കി ഇത് ഒരു അസുഖല്ലേ? ഇത് അസുഖമാവണ്ടേ? ഇതൊരു രോഗമല്ലേ? ഈ രോഗത്തിന് ചികിത്സ വേണ്ടേ? അതെങ്ങനെ ചികിത്സിക്കും? ഈ ഭൗതികം എന്ന ഒരു അർത്ഥവും ഇല്ലാത്ത ഒരു വാക്ക് കൊണ്ടുവന്നിട്ട് ഡോക്ടറിൽ വരെ ഇവർക്ക് തെറ്റിദ്ധാരണ വരെയാണ്. ഇവർ ഷുഹൈലി പറഞ്ഞതനുസരിച്ച് മൂപ്പരെ പെണ്ണുങ്ങൾ 2ാം വട്ടം പോണത് ഒരേ ഡോക്ടറെ അടുത്ത് എത്തുകയാണെങ്കിൽ ആട്ടി ഉറപ്പാട്ടാ തിരിച്ചു കൂട്ടി. ആദ്യം പോയത് കൊടുക്കാം, ഞാൻ മറ്റേ ഹോസ്പിറ്റൽ. ഇപ്പോഴോ അതേ ഹോസ്പിറ്റലിൽ കാണി അപ്പൊ കൊടുക്കും. കാരണം ശിർക്കല്ലേ ചെയ്ത്. അപ്പൊ പേടി, 2ാം വട്ടം പോയ ശിർക്കാവോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ മഹാന്മാരിൽ നിന്ന് നമ്മൾ ഇത് വിശ്വസിക്കുമ്പോ മഹാന്മാരിൽ അത് ദിവ്യത്വം കൽപ്പിക്കുന്നുണ്ടോ ഇല്ല? അപ്പൊ യാ ഗൗസു യാ മുഹയ്യദ്ദീൻ, പേടി പേടി. ശിർക്ക് വരുമോ? പേടി. മമ്പുറത്തെ തങ്ങളെ പേടി. ആ പേടി തൗഹീദും ശിർക്കും തിരിയാത്തത് കൊണ്ടാണ് ഡോക്ടറെ അടുത്തേക്ക് പോയപ്പോഴും ആ പേടി, വാക്സിൻ എടുക്കുന്നതിലും പേടി. ചുരുക്കത്തിൽ എന്താണ് റബ്ബ്, ആരാണ് അല്ലാഹ് തിരിഞ്ഞില്ല. അവന്റെ കഴിവെത്ര വിശാലതയുള്ളതാണ് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഈ അപകടങ്ങളിലേക്ക് മുഴുവനും ഇവരെത്തിപ്പെട്ടത്. ഞാൻ ചുരുക്കുന്നു, നിർത്തുന്നു. അവസാന സമയത്ത് ഈ ശബ്ദം ശ്രവിച്ചവർ, നേരത്തെ ഞാൻ ചോദിച്ച മാതിരി ഒന്നും കൂടി ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്നുകിൽ വരണം, അല്ലെങ്കിൽ അവരുമായിട്ട് നമുക്ക് ഇതിൽ കഴിഞ്ഞാലും ബന്ധം തുടരണം. ഈ വിഷയം നമുക്ക് തിരുത്തണം. കേരളക്കര ഇന്നല്ലെങ്കിൽ നാളെ കേൾക്കണം. ഭൗതികം അഭൗതികമെന്ന് ഞങ്ങളങ്ങ് പറഞ്ഞുപോയി, തിരുത്തിയിരിക്കുന്നു എന്ന് മുജാഹിദ് കടപ്പുറത്ത് മൊത്തം ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് ഇവരിത് തിരുത്തണം. മലക്കുകളുടെ സഹായം, ഇവരിപ്പോ പറയുന്നത് ജിന്നിന്റെ സഹായം അഭൗതികമാണ്, അതുകൊണ്ട് അത് ചോദിക്കുന്നത് ശിർക്കാണ്. അപ്പൊ ഒരു ടീം ജിന്നിന്റെ സഹായം ഭൗതികമാണ്, പക്ഷെ ചോദിക്കാൻ പാടില്ല. ഭൗതികമായി എന്നുള്ളത് കൊണ്ട് ശിർക്കല്ല, പക്ഷെ ചോദിക്കാൻ പാടില്ല. ഈ ഭൗതികമാണ് അഭൗതികമാണ് എന്ന വിഷയത്തിൽ പ്രശ്നത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അതാണ് ഇപ്പൊ പറയുന്നത്, ജിന്നിനോട് സഹായം ചോദിക്കാന്നും അത് ഭൗതികാണെന്നും ശിർക്കല്ലാന്നും ഒരു ടീം വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയവും വിവാദവും നടക്കുന്നത് ശിർക്ക് തൗഹീദിലാണെന്ന ഈ ഒരു വലിയ മാരകമായ അവസ്ഥ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും? എത്ര അപകടമാണിത്! അള്ളാഹു നമ്മളെ ഈമാൻ കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. പടച്ച റബ്ബേ, ഞങ്ങളിൽ രോഗികളുണ്ട്, നീ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഹിദായത്തിന്റെ മേഖലയിൽ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ടോട്ടൽ ഞാൻ കുറച്ച് ഈ ക്ലിപ്പിന്റെ വിഷയത്തിലൂടെ ഏതെങ്കിലും ഒരു സാധനം ഇടണ്ട, ആണ്ടിട്ടാ മതി. എന്തിട്ടാലും ക്ലിപ്പനല്ലേ. സഹായത്തട്ടം
അത് ജിന്നുകളോട് പാടുണ്ട്, കുഴപ്പമില്ല എന്നുള്ള ഒരു അരവാക്ക് പോലും എവിടെയും എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു കാരണം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും നമ്മുടെ പരിസരത്തുള്ള മലക്കുകളോടോ ജിന്നുകളോടോ സഹായം ചോദിക്കാൻ തെളിവുണ്ട്. മുജാഹിദുകൾ ഇമാം ഷൗക്കാനി പറയുന്നു, ഈ ഹദീസിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും നമ്മുടെ പരിസരത്തുള്ള മലക്കുകളോടോ ജിന്നുകളോടോ സഹായം ചോദിക്കാൻ തെളിവുണ്ട്. ആര് പറയുന്നു? ലോകത്ത് ഷെയ്ഖുൽ ഇസ്ലാം. ഇപ്പൊ കേട്ടല്ലോ ഏകദേശം ഈ തർക്കത്തിലേക്ക് എത്തിയത് ഈ വിഷയം തിരിയാത്തോണ്ടാ. പോകുന്നവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈ മജ്‌ലിസിലേക്ക് ഒരുപാട് ചെലവുണ്ടാവും. അത് ഇവരെ പ്രവർത്തകർ ഇങ്ങനെ നിൽക്കണ കാണും എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ അതിൽ എല്ലാവരും ഇടപെടണം. എല്ലാവരും. നിങ്ങൾക്കറിയാം ഇതിന്റെ ഒരു കറയുമില്ലാത്തൊരു ലക്ഷ്യം ഇതിനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മരണത്തോടുകൂടി അവസാനിക്കുന്നില്ല, മരിച്ചാലും ഉണ്ട്. അപ്പോഴാണ് ഇതെല്ലാം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുക എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാണ് നമ്മൾ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് ബക്കറ്റുണ്ടോ എല്ലാവരും ഇടപെടണം. അപ്പൊ ഒരു 500 രൂപയായി ഇതിലേക്ക് ചോദിക്കണ്ട, ചെയ്താൽ മതി. നിങ്ങൾ വല്ല എന്നോടൊന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോളി, ആ ബക്കറ്റിലൊക്കെ സജീവമായിട്ട് ഇടണം. അള്ളാഹു റാഹത്താക്കട്ടെ, എല്ലാം അള്ളാഹു ഫതഹാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിപ്പോ ഞാനേ വന്നപ്പോ തന്നെ ഇവരിവിടെ ഉണ്ട് എന്നുള്ളത് വിവരം കേട്ടപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു, ചോദ്യോത്തരം ഉണ്ടെങ്കിൽ പ്രസംഗത്തിന്റെ ശൈലി അതിനനുസരിച്ചായിരിക്കും. ചോദ്യോത്തരത്തിന് ആൾക്കാരോട് ഉണ്ടല്ലോ, അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ പ്രസംഗ ശൈലികളും കാര്യങ്ങളൊക്കെ പോകുക. അതാണ് ഞാൻ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ് ഈ ശൈലിയിൽ ഇങ്ങനെ സംസാരിച്ചത്. അള്ളാഹുവിന്റെ വിശാലമായ കഴിവ് ഭാഗികമായി നിഷേധിക്കുകയാണ് ഇന്ന് വഹാബിസം ചെയ്യുന്നത്. അവന്റെ വിശാലമായ കഴിവ് ഭാഗികമായി ചുരുക്കുകയാണ് അവരിന്ന് ചെയ്തത്. അവനക്ക് ഗൗസുൽ ആലം തങ്ങളിലൂടെ, മഹാന്മാരിലൂടെ, മശായിഖിലൂടെ, ഈ ഖുർആനിൽ പറഞ്ഞ അമ്പിയാക്കളുടെ എത്ര സംഭവങ്ങളാണ് അതിലുള്ളത്. ഇവിടെയൊക്കെ ഈ ആശങ്ക വരുന്നത്, ഇവർക്ക് വിശ്വസിക്കാൻ പ്രയാസം വരുന്നത്, അള്ളാഹുവിന് വേണ്ടതുപോലെ മനസ്സിലാക്കാത്തതുകൊണ്ട്. മൂസാ നബിനെ പറ്റി ഇവർ പറയുന്നുണ്ട്, മൂസാ നബി വടി അടിച്ച സമയത്ത് ഈ നൈലിന് മാറ്റം വന്നത് 2 ഭാഗത്തേക്ക് നിന്നു എന്ന് പറയുന്നത് വേലിയേറ്റം വേലിയിറക്കത്തിന്റെ വിഷയമാണ്. അതിൽ വലിയ അത്ഭുതങ്ങളൊന്നുമില്ല എന്ന് ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. പരിഭാഷ ചെയ്താൽ തുടങ്ങിയത് എവിടുന്നറിയും? സൂറത്തുൽ ഇഖ്ലാസിന്റെ അവിടുന്ന് മേലക്കല്ല, സൂറത്തുൽ ഫാത്തിഹന്റെ അവിടുന്ന് താഴെക്കുമല്ല, അൽ കഹ്ഫിന്റെ അവിടുന്ന് തുടങ്ങിയത്. പിരിഞ്ഞു പോകുന്ന നിങ്ങളുടെ മനസ്സിൽ ഈ യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തുന്നത്. അദ്ദേഹം ഖുർആനെ പറ്റി അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും. കാരണം മൂസാ നബി അലൈഹി സ്വലാം കടലിൽ അടിച്ചപ്പോൾ കടല് പളന്നു, എന്നിട്ട് മണലും മണ്ണും നിൽക്കുന്ന പോലെ വെള്ളം നിന്നു എന്ന് ഇപ്പൊ ഒരു അമുസ്ലിം വായിച്ചാൽ ഖുർആനെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാവില്ല അദ്ദേഹത്തിന്. അത് തീർക്കണമെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. ഖബറിൽ ശിക്ഷ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? മനുഷ്യൻ ദ്രവിച്ച് അടങ്ങിപ്പോകുന്ന ഖബറിൽ ശിക്ഷ ഉണ്ടെന്ന് വ്യാഖ്യാനിക്കേണ്ടത്, വിശദീകരിക്കേണ്ടത്. സഹോദരങ്ങളെ, സുലൈമാൻ നബി എന്ന മഹാനായ ഒരു പ്രവാചകൻ ഉറുമ്പുകളോട് വർത്താനം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതൊരു അന്ധവിശ്വാസത്തിന്റെ ഗ്രന്ഥാന്ന് ആൾക്കാർ വിചാരിക്കൂല. അദ്ദേഹം അതിനൊക്കെ സുന്ദരമായി വ്യാഖ്യാനിച്ചു. വേലിയിറക്കുണ്ടായപ്പോ മൂസാ നബി പരിചയസമ്പന്നനായ ആട്ടിടയൻ വടിയും കുത്തി അങ്ങനെ ഉണ്ട് കടന്നുപോയി. അല്ലേ? കേൾക്കുമ്പോൾ എന്ത് മനോഹരമാണ്. ഏത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാം. നമ്ലത്ത് എന്ന് പറഞ്ഞാൽ ഉറുമ്പല്ല, അതൊരു ഗോത്രവർഗക്കാരിയാണ്. അല്ല ഉറുമ്പിനോട് വർത്താനം പറഞ്ഞു. എന്താ പ്രശ്നം നടക്കുന്നത്? ഇവർക്ക് ഇങ്ങനെ തോന്നുകയാണ് ഇത് പ്രശ്നമാവൂലേ? കാരണം മൂസാ നബി വടികൊണ്ട് അടിക്കുമ്പോ എങ്ങനെയാണ് ഈ നദി ഇങ്ങനെ മാറണെന്ന് മനസ്സിലാവണില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ആ പ്രശ്നം വരുന്ന എവിടുന്നാണെന്നറിയോ? ഈ നദി ഇങ്ങനെ മാറ്റണത് അള്ളാഹു ആണ് എന്ന് ചിന്തിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഈ നദി ഇങ്ങനെ ആവണതിന്റെ പിന്നിൽ ആരാ? അള്ളാഹു ആണ്. പിന്നെ ടെൻഷൻ അടിക്കണേ? അള്ളാഹു ആ നദിനെ പടച്ച് ആ വെള്ളം ഇങ്ങനെ ചലിപ്പിക്കുന്ന ഈ മൂസാ നബിനെയും പടച്ച, ഈ ചങ്ങായിനെയും പടച്ച്, ഈ ലോകം മുഴുവനും ഇല്ലായ്മയിൽ നിന്ന് പടച്ച റബ്ബ് പടച്ചു എന്ന് പറയുമ്പോ ഈ അമുസ്ലിമിനോ അതല്ലെങ്കിൽ നിരീശ്വരവാദിക്കൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ നോക്കിക്കണേ നമ്മള്. സൂര്യനും ചന്ദ്രനും നക്ഷത്രാദി ഗോളങ്ങളും പടച്ചവനാണ് റബ്ബ് നമ്മൾ പറഞ്ഞില്ലേ? അതൊക്കെ പടക്കാൻ റബ്ബിന് കഴിയും. മൂസാ നബിന്റെ ആ വടിങ്ങനെ അടിക്കുന്ന സമയത്ത് ആ വെള്ളം ഇങ്ങോട്ടാക്കാൻ അള്ളാഹ്ക്ക് കഴിയൂല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അവിടെ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നിടത്ത് പ്രശ്നം വന്നതാ.
ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവർക്ക് മനസ്സിലായിട്ടില്ല അല്ലാഹുവിനെ. അതാണ് ഉറുമ്പ് സംസാരിക്കും. ഉറുമ്പ് ഉണ്ടാവോ ചങ്ങായി? എന്നിട്ടല്ലേ സംസാരിക്കല്? ഉറുമ്പ് സംസാരിക്കണമെങ്കിൽ ഉറുമ്പ് എന്ന സാധനം വേണ്ടേ? അതെങ്ങനെ ഉണ്ടായതാ? അത് അല്ലാഹ് ഉണ്ടാക്കിയതാ. അത് ശരി, അത് അല്ലാഹ് എങ്ങനെ ഉണ്ടാക്കി? അത് എങ്ങനെയെന്ന് അറിയില്ല. അവിടെ ഒരു വയലിച്ചല്ലേ, ആ റബ്ബല്ലേ ഉറുമ്പിനെ സംസാരിപ്പിച്ചത്. ഇല്ലായ്മയിൽ നിന്ന് ഇതെല്ലാം പടച്ച റബ്ബല്ലേ. അപ്പോ അല്ലാഹുവിനെ അല്ലാഹുവിനെ വേണ്ടതുപോലെ അവർക്ക് മനസ്സിലായിട്ടില്ല. അതാണ് നേരത്തെ തുടക്കത്തിലേ ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ക്ലിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞല്ല കിടക്കണത്, അതാണ് ഇടയിൽ ഇത് വന്നത്. ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ കറാമത്തും ഈ മുഅ്ജിസത്തും ഒക്കെ അത്ഭുതമായിട്ടും പ്രശ്നമായിട്ടും തോന്നുന്നത്. ഇപ്പൊ കുറെ ആൾക്കാർക്ക് മഹാന്മാരെ കൊണ്ട് ഇത്ര വലിയ കറാമത്ത് ഉണ്ടാവുമോ എന്നുള്ള ബേജാറ് വരികയാണ്. അപ്പൊ ഇവര് ചിന്തിക്കണം എന്താ അറിയോ? ഇവര് ചിന്തിക്കുന്ന പ്രശ്നം ഈ ഡോക്ടർ അവിടെ ചിന്തിച്ച മാതിരിയാണ്. ഡോക്ടർ അടുത്തേക്ക് 2ാം വട്ടം പോയി കഴിഞ്ഞാൽ ഈ ശിർക്കാവെന്ന് പറയാൻ കാരണം ഇയാൾക്ക് തോന്നാണ് ഈ ഡോക്ടറാണ് ഇത് ചെയ്യണത്, ഡോക്ടറാണ് ചെയ്യണതെന്നുള്ള ആ അസുഖാണ്. അപ്പൊ മഹാന്മാരിൽ നിന്ന് വരുന്ന കറാമത്ത് ചങ്ങായെ അല്ലാഹു ആണ് വെളിവാക്കുന്നത്. അത് പടച്ചറപ്പാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോ പിന്നെ പ്രശ്നമില്ല, അവിടെ ആശങ്ക വരാൻ പാടില്ല. അപ്പൊ അങ്ങനെ അല്ലാഹുവിനെ തിരിയാത്തതിന്റെ പേരിലാണ് ഇവര് പെട്ടുപോയത്, ഈ അവസ്ഥയിൽ ഇവരായത്. അത് അവരിൽ പെട്ട മുഴുവൻ ആളുകളും തിരുത്താനും പഠിക്കാനും തയ്യാറാവണം. ഈ അബദ്ധം പിണഞ്ഞ പൂർണ്ണാർത്ഥത്തിൽ ഈ അബദ്ധം പേറുന്ന ആളുകളാണ് തബ്ലീഗ് ജമാഅത്ത്. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. ആ ഡ്രസ്സിൽ നല്ല മട്ടത്തിന് നല്ല വൃത്തിയുള്ള വഹാബി, വേറെ ഒരു വ്യത്യാസവും ഇതിലില്ല. അതിനെന്താ വേണ്ടെന്ന് അറിയങ്ങള്? അതിന് ഇവിടെ ഒരു തബ്ലീഗ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ഫിറ്റ് ആവും. ഇവിടെ ആരുണ്ടോ ഒരാളെ കിട്ടുമോ? ഇല്ലല്ലോ. ഇവിടെ ഒരു വർക്കത്തിൽ ഒരാളെ കിട്ടുകയാണെങ്കിൽ റാഹത്തെ. എന്നാ ഇപ്പൊ അതാണ് കഴിഞ്ഞ്, കാര്യങ്ങളാണ് കഴിഞ്ഞ്. നല്ല നിലക്ക് തന്നെ പ്രശ്നത്തിനല്ല പറഞ്ഞ അയാളുണ്ടെങ്കിൽ കറക്റ്റ് ഫിറ്റ് ആവും അത്. അപ്പൊ നിങ്ങൾ കാരണം തരാം, മൗലിദിന് അവിടെ വരും, പള്ളി കൂട്ടുപ്രാർത്ഥനയ്ക്ക് ഒരു പങ്കെടുക്കും, ജമാഅത്തിൽ നമ്മളെ കൂടെ ഉണ്ടാവും, സിയാറത്ത് ഇറങ്ങുമ്പോൾ വേഗൽ ഒന്നിങ്ങനെ നോക്കും. ഒരുപാട് സൈലന്റ് ആയിട്ട് ഒരുപാട് ശൈലി കണ്ട ഒരിക്കലും തിരിയൂല. അതിനെന്ത് ചെയ്താൽ മതി? വർത്താനം പറഞ്ഞാൽ മതി. അവർ ഇന്ന് വർത്താൻ പറഞ്ഞാൽ മതി. ഞാനങ്ങനെ എത്രയോ സമയത്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറയാൻ കാരണം അവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മനസ്സിലാവും ഇതാരാണ്. ഒന്നാണ്, ഒരു വ്യത്യാസമില്ല. അറിയാത്ത കുറച്ച് ആളുകൾ അതിലുണ്ട്, അത് മറ്റൊരു കാര്യമാണ്. അപ്പൊ അവരോട് പറയാനുള്ളത്, അത്തരം വിഷയങ്ങളൊക്കെ വഹാബിസം എന്ന് പറയുന്ന ഈ ഒരു വിപത്ത് ലോകത്ത് ഈ വിഷയത്തിന് തുടക്കം കുറിച്ച ഇബ്നു അബ്ദുൽ വഹാബും ഇബ്നു തൈമിയ അതിനു മുമ്പ് ഒരൊറ്റ കുട്ടിയും പറഞ്ഞിട്ടില്ല. ഹത്താ ജാ ഇബ്നു തൈമിയ എന്ന് പറയുന്ന ഇബ്നു തൈമിയ തുടക്കം കുറിച്ച ഒരു പ്രശ്നമാണ് ഈ വഹാബിസം. ഇബ്നു തൈമിയാണ് വിശദീകരിക്കുന്നത്. ഹത്താ ജാ ഇബ്നു തൈമിയ വതകല്ലമ ഫീഹി ബികലാമിൻ യുൽബിസു ഫീഹി അല ദുഅഫാ. അറിവില്ലാത്തവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന സംസാരവുമായി ആദ്യമായി രംഗത്ത് വന്ന ഇബ്നു തൈമിയ അതിനു മുമ്പ് ഒരൊറ്റ കുട്ടിയും ചെയ്തിട്ടില്ല എന്ന് ഇമാം സുബക്കി ശിഫാഉ സഖാമിൽ പറയുകയാണ്. യജൂസു വയഹ്സുനു തവസ്സുലു വൽ ഇസ്തിഗാസതു എന്ന് പറഞ്ഞ് ഇമാം സുബക്കി വിശദീകരിക്കുന്നു, ഇമാം റംലി വിശദീകരിക്കുന്നു, ഇവരെല്ലാം സമ്മതിക്കുന്നു. ഇമാം സുബക്കി പറയുന്നത് തന്നെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒരൊറ്റ കുട്ടിയും ഈ ഇസ്തിഗാസക്ക്, ഈ സിയാറത്തിൽ നടക്കുന്ന ഇസ്തിഗാസക്കെതിരെ ഒരൊറ്റ കുട്ടിയും സംസാരിച്ചിട്ടില്ല എന്ന് ഇമാം സുബക്കി വിശദീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലത്തിൽ ഒരാൾക്ക് പോലും ഈ ഒരു അഭിപ്രായം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു വെക്കുന്നത് ഹത്താ ജാ ഇബ്നു തൈമിയ എന്നാണ്. ഇബ്നു തൈമിയ വരുന്നത് വരെ ഒരൊറ്റ കുട്ടിയും പറഞ്ഞിട്ടില്ല. അപ്പൊ അന്ന് ഇബ്നു തൈമിയ വന്നിട്ട് കെട്ടിയുണ്ടാക്കിയ ഒരു പുത്തൻ വാദമാണ് ഈ വാദം. അതിന്റെ ഒരു വാഹകരാണ് തബ്ലീഗ് ജമാഅത്തുകാർ. അത് അവർക്കും മനസ്സിലാകേണ്ടതുണ്ട്, അത് അവരും പഠിക്കേണ്ടതുണ്ട്. ബാഹ്യമായ അധികാരങ്ങളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ തുലനം ചെയ്ത് നോക്കുമ്പോ നല്ല ഡ്രസ്സൊക്കെ ഉണ്ടാവും. ഇബ്നു അബ്ബാസ് തങ്ങളോട് അല്ലെങ്കിൽ ഇബ്നു ഉമറിനോടാണെന്ന് തോന്നുന്നു അന്ന് ഖവാരിജികളെ കുറിച്ചൊരു ചോദ്യം വന്നിട്ടുണ്ട്. അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. അന്ന് ഖവാരിജികളെ കുറിച്ച് ചോദ്യം എന്താ എന്നറിയോ? എന്താ ചോദ്യം? നല്ല മട്ടുണ്ടല്ലോ. അന്നത്തെ ചോദ്യമാണ്. നല്ല മട്ടുണ്ടല്ലോ, നമസ്കാരം, നല്ല റാഹത്ത്, നല്ല തയമ്പ്, നിസ്കാരത്തയമ്പ്, നല്ല താടി, എന്തോരു മട്ടാണ്. എന്താ പിന്നെ അവർക്ക് പ്രശ്നം? അന്ന് ഖവാരിജികളെ കുറിച്ച് ചോദിച്ചതാ. മറുപടി എന്താണെന്നറിയോ? മാലി ശൈത്വാൻ ലിൽ ഖൽബിൽ ഖറാബ്. ഹൃദയം പോയാ പിന്നെ, വിശ്വാസം പിഴച്ചാ പിന്നെ ഇബ്ലീസ് പോലെ വിടൂ. പിന്നെ അവർക്ക് നല്ല മട്ട്. വഹാബിനെ വഹാബിന്റെ അലാരാണ് ഇബ്ലീസ്. ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ വാക്ക്. വഹാബികളുടെ അലാരം എന്ന് പറഞ്ഞാൽ തഹജ്ജുദിന് സുബൈക്ക് എണിക്കാനുള്ള
അലാരമാണ് ആര്? ഇബ്ലീസ്. എന്താ കാരണം? ഇബ്ലീസ് ഇവനെങ്ങാനും കടന്നുറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആൾക്കാർ അത് വഹാബിക ശരിയല്ലാന്ന് തോന്നിപ്പോവും. അപ്പൊ ഇവൻ കറക്റ്റ് പള്ളിക്കൊക്കെ പോകണ്ടേ? എന്നാലല്ലേ ആൾക്കാർ ഇവൻ ശരിയാന്ന് മനസ്സിലാക്കുള്ളൂ. അപ്പൊ ഇവനെങ്ങാനും ഉറങ്ങുകയാണെങ്കിൽ അപ്പം മുട്ടി വിളിക്കാൻ ആര് വരും? ഇബ്ലീസ് വരും. അതാണ് ഞാൻ പറഞ്ഞേ, വഹാബികളുടെ അലാരമാണ് ഇബ്ലീസ്. തമാശ പറഞ്ഞല്ല, അതാണ് എന്റെ കറക്റ്റ്. അപ്പൊ അതുകൊണ്ട് അവരുടെ ചില ജീവിത ശൈലികളും കാര്യങ്ങളൊക്കെ കറക്റ്റ് പോകുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ നിങ്ങൾ ആശയം പിഴച്ച ശേഷമാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. ആശയം പിഴച്ചു എന്ന് കണ്ടാൽ പിന്നെ ഈ ശുദ്ധിയും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ തെളിഞ്ഞ് വൃത്തിയാക്കി വരികയാണെങ്കിൽ അവരെ വൃത്തിയാക്കാൻ പോലെ കൂടെ സപ്പോർട്ടറാണ് ആര്? ഇബ്ലീസ്. അപ്പോ നിസ്കരിച്ച വല്ല ഫലവും വേണ്ടേ? എന്നാലല്ലേ ഇബ്ലീസിനെ അത് പിന്തിരിപ്പിക്കേണ്ട കാര്യമുള്ളൂ. നിസ്കരിച്ചാൽ ഒരു ഫലവുമില്ല, അല്ലാഹ് സ്വീകരിക്കില്ല. ബിദ്അത്തുകാരന്റെ നിസ്കാരം കബൂലാകില്ല. അത് അല്ലാഹുവിന് വേണ്ട. അല്ലാഹുവിന് വേണ്ടാത്തത് പിന്നെ ഇബ്ലീസിനും വേണ്ട. ഇബ്ലീസ് പിന്നെ അതിനെ മുടക്കാനും നിൽക്കില്ല. അപ്പോ ഇബ്ലീസ് ഇടപെടുന്നത് വിശ്വാസിയുടെ പിന്നിലാണ്. ഇവ വിശ്വാസികളല്ല, വിശ്വാസത്തിൽ മായം ചേർത്തവരും പിഴവ് പറ്റിയവരുമാണ്. അപ്പൊ അതിരിങ്ങനെ കണ്ടിട്ട് ഓല വേഷവിധാനത്തിൽ പെടണ്ട എന്ന് അന്ന് ഖവാരിജികളെ കുറിച്ച് ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞത് ഞാനൊന്ന് ഇവിടെ ആവർത്തിച്ച് ഓർത്തുകൊണ്ട് തൽക്കാലം ഇൻഷാ അല്ലാഹു നമ്മുടെ ഈ സംഗമം ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ, ഇതിനു വേണ്ടി സഹായിച്ചവർ, ഇതിന്റെ പ്രവർത്തന മേഖലയിൽ ഏതൊക്കെ മേഖലയിൽ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്തവരുണ്ടോ അവർക്കൊക്കെ അല്ലാഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ ഖൽബ് അല്ലാഹു നന്നാക്കി തരട്ടെ. നേരത്തെ പറഞ്ഞ ഈ ചുഴലി എന്ന് പറഞ്ഞ ആളിവിടെ വന്നു എന്നതൊക്കെ ഞാൻ ഇപ്പോഴാണ്, നിങ്ങൾ പറഞ്ഞ ഈ ശബ്ദം കേട്ട് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എനിക്കറിയില്ല ഈ മനുഷ്യവിടെ വന്നതോ തോന്നുന്നു. യാദർശികമായിട്ട് ആ സാധനയിൽ ഉണ്ടായതുകൊണ്ട് ഞാനത് പറഞ്ഞു എന്ന് മാത്രം. കുറച്ച് കട്ടി പറയണ കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് ഉറക്കനെ പറയണവരുണ്ട്, ഭയങ്കര പോയിന്റൊക്കെ എന്ന് തോന്നണ വരി പറയുന്ന ആൾക്കാരുണ്ട്. അവർ സാധുക്കളാണ്. ഒരു കാര്യം ഉറപ്പിച്ചോടി, അവർക്ക് അന്തല്ല, അവർക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല. ഇത്രയും വ്യക്തമായി പച്ചക്ക് ഞാനിത് പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ ഈ ആളായിട്ട് നമുക്കൊന്നിരിക്കുക. എനിക്ക് ഒരു പ്രശ്നവുമില്ല, നമുക്കൊന്നിരിക്കുക, സംസാരിക്കുക. എന്താണ് ഈ തൗഹീദ് നിങ്ങൾക്ക് സംസാരിക്കുക. അങ്ങനെയാണെങ്കിൽ അയാൾ മാറിയാലോ? അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ.